നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന നടിയാണ് നവ്യ നായർ. സ്വാഭാവിക അഭിനയം കൊണ്ട് ശ്രദ്ധ നേടിയ നവ്യയ്ക്ക് നിരവധി അവസരങ്ങൾ ലഭിച്ചു. ഇഷ്ടമായിരുന്നു നടിയുടെ ആദ്യ സിനിമ. ചിത്രത്തിൽ നടൻ ദിലീപ് ആയിരുന്നു നായകൻ. നന്ദനം എന്ന സിനിമയ്ക്ക് ശേഷമാണ് നവ്യയെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചത്. പ്രേക്ഷകർക്കിന്നും അതിലെ കഥാപാത്രമായ ബാലാമണിയാണ് നവ്യ. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം പങ്കുവെച്ചെത്താറുണ്ട്. അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും. 2010 വിവാഹിതയായ ശേഷം മുംബൈയിലായിരുന്നു നവ്യ. ശേഷം സിനിമയിൽ നിന്നെല്ലാം ഇടവേള എടുത്തിരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് നവ്യ എത്താറുണ്ട്. നവ്യയുടെ മകനായ സായി കൃഷ്ണയും പ്രേക്ഷകർക്ക് പരിചിതനാണ്. യാത്രകളിൽ അമ്മയ്ക്കൊപ്പമായി മകനും ഉണ്ടാകാറുണ്ട്. എല്ലാ കാര്യങ്ങളിലും മികച്ച പിന്തുണയാണ് അവൻ നൽകുന്നതെന്ന് നവ്യ വ്യക്തമാക്കിയിരുന്നു. അമ്മൂമ്മയുടെ ശിക്ഷണത്തിലാണ് അവന്റെ പഠിപ്പൊക്കെ. കൂടുതൽ മാർക്ക് വാങ്ങിക്കണമെന്നാണ് അമ്മൂമ്മ എപ്പോഴും പറയാറുള്ളതെന്നും സായി പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ നവ്യയുടെയും സന്തോഷ് മേനോനും ഒന്നിച്ചുള്ള ഒരു അഭിമുഖം വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പ്രഗ്നൻസി റിസൾട്ട് പോസിറ്റീവ് ആയപ്പോൾ തന്നെ കുഞ്ഞിന് ഇടാനുള്ള പേരും കണ്ടുവച്ചിരുന്നു. ആൺകുഞ്ഞാണെങ്കിൽ സായി കൃഷ്ണ, പെൺകുഞ്ഞാണെങ്കിൽ കൃഷ്ണ സായി. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരേ അഭിപ്രായമായിരുന്നു. സന്തോഷിന്റെ SA തുടക്കത്തിലും നവ്യയുടെ NA അവസാനവും വരുന്നതൊന്നും അന്നേരം ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല എന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്നതിന് മുൻപ് തന്നെ എന്ത് പറഞ്ഞാലും എൻ്റെ ഗുരുവായൂരപ്പ എന്നാണ് ഞാൻ വിളിക്കുന്നത്. മോന്റെ പേരും അതുപോലെ വന്നതിൽ സന്തോഷം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല സന്തോഷ് ഏട്ടൻ. ഇത് ഇന്റർവ്യൂവിൽ പറയണമെന്നത് ഞാൻ പലപ്പോഴും വിചാരിക്കുന്നതാണ്. മോഹൻലാലിന്റെ ഭയങ്കര ഫാനാണെന്നാണ് സന്തോഷ് ഏട്ടൻ പറഞ്ഞത്. സിനിമ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് ഒരു നടനോട് ആരാധന തോന്നില്ലല്ലോ. സിനിമയ്ക്ക് പോവാനും ബീച്ചിൽ പോവാനുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സിനിമയിൽ വന്നതിന് ശേഷമാണ് ബീച്ചിൽ പോകുന്നത് കുറഞ്ഞത്. ആളുകൾ തിരിച്ചറിഞ്ഞാലും കുഴപ്പമില്ല. പുതിയ സിനിമകൾ റിലീസായി ഒരാഴ്ചയ്ക്കുള്ളിൽ കാണുമായിരുന്നു ഞാൻ. കല്യാണം കഴിഞ്ഞപ്പോൾ പുതിയ റിലീസ് ചിത്രങ്ങളെല്ലാം കാണാനാവുമല്ലോ എന്നോർത്ത് സന്തോഷിച്ചിരുന്നു. ഒരു ഞായറാഴ്ച ഞാൻ സന്തോഷ് ഏട്ടനോട് സിനിമയ്ക്ക് പോയാലോ എന്ന് ചോദിച്ചിരുന്നു. ഇന്ന് വേണ്ട, എനിക്കൊരു മൂഡില്ല എന്നായിരുന്നു മറുപടി. അടുത്ത ആഴ്ചയും ഇതേ ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. ഇന്നും മൂഡില്ല എന്നായിരുന്നു മറുപടി. എന്തിനാണ് അവിടെ പോയി 2 മണിക്കൂർ കളയുന്നത് എന്നായിരുന്നു പുള്ളി ചോദിച്ചത്. പുള്ളിക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് ഇഷ്ടമല്ല. പെണ്ണു കാണൽ കഴിഞ്ഞതിന് ശേഷം എൻ്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെ ചേട്ടൻ പറഞ്ഞിരുന്നു. നന്ദനം ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ പുള്ളി വന്ന് ഇതേതാ ഈ സിനിമ? ഞാൻ നന്ദനം എന്ന് പറഞ്ഞു. ഞാൻ അഭിനയിച്ച സിനിമ. ചേട്ടൻ ഇത് കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെയും ഇവിടെയും കണ്ടെന്നായിരുന്നു മറുപടി. അതേസമയം കഴിഞ്ഞ ദിവസം നവ്യ പങ്കുവച്ച ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. മത്സരങ്ങൾക്ക് വേണ്ടി താൻ കുട്ടികളെ പഠിപ്പിക്കില്ലെന്ന് നടി നവ്യ നായർ പറഞ്ഞിരുന്നു. ആവശ്യമില്ലാത്ത കരച്ചിലേക്ക് എന്തിനാണ് കുട്ടികളെ എത്തിക്കുന്നതെന്നും വീഡിയോയിലൂടെ നവ്യ ചോദിച്ചു. തന്റെ കരയുന്ന വീഡിയോ കാണാത്ത ആരും ഉണ്ടാകില്ലെന്നും നവ്യ കൂട്ടിച്ചേർത്തിരുന്നു. മത്സരത്തിന്റെ ഇരയാണ് താനെന്നും ഇനി മറ്റൊരു കുട്ടിയും അതിലേക്ക് പോകാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും നടി പറഞ്ഞിരുന്നു. മാതങ്കി ബൈ നവ്യ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ച വീഡിയോയിലാണ് നവ്യ ഇക്കാര്യം പറയുന്നത്. ഇവിടെ മത്സരങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കാറില്ല. കോമ്പറ്റീഷനിൽ കൂടി എത്തിയ ആളാണല്ലോ ഞാൻ എന്ന് എല്ലാവരും ആലോചിക്കുന്നുണ്ടാകും. എൻ്റെ കരയുന്ന വീഡിയോ കാണാത്ത ആരും ഉണ്ടാകില്ല. പക്ഷെ ഒരു ആവശ്യവുമില്ലാത്ത കരച്ചിലേക്ക് നമ്മൾ എന്തിനാണ് കുട്ടികളെ എത്തിക്കുന്നത്? ഇതൊരു കലയാണ്. ഈ കല പഠിക്കുന്നതിൽ മത്സരത്തിന്റെ ആവശ്യമില്ല. ഇവിടെ മത്സരത്തിന് വർണ്ണം 10 മിനിറ്റാണ് കളിക്കുന്നത്. വർണ്ണമൊക്കെ 20-25 മിനിറ്റ് കളിക്കേണ്ട ഒരു വലിയ ഐറ്റമാണ്. വർണ്ണമൊക്കെ മത്സരത്തിന് ക്യാപ്സ്യൂൾ പോലെയാക്കി അവതരിപ്പിക്കുന്നത് അന്യ സംസ്ഥാനത്തെ കലാകാരന്മാർ പുച്ഛത്തോടെയാണ് കാണുന്നത്. അപ്പോഴും മലയാളി കുട്ടികളുടെ കഴിവിനെയും പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള മിടുക്കിനെയും കുറിച്ച് ഞാൻ സംസാരിക്കാറുണ്ട്. എല്ലാ കുട്ടികളോടും മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള മത്സരമൊന്നും ജീവിതത്തിൽ നമ്മളെ എവിടെയും എത്തിക്കില്ല എന്നതാണ്. ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ വല്ലാതെ ഹിറ്റ് ചെയ്ത് നമ്മളെ തളർത്തിക്കളയാനായിരിക്കും അതിന് സാധിക്കുക. ഒരു കലാരൂപം പഠിക്കുന്നത് മത്സരിക്കാനല്ല. ജീവിതത്തിൽ നമ്മൾ ഒരൊറ്റ മനുഷ്യനോടെ മത്സരിക്കാൻ പാടുള്ളൂ. അത് നമ്മളോട് തന്നെയാണ്. ഇന്നലത്തെ നമ്മളെക്കാൾ എത്ര മികച്ചതാണ് നാളത്തെ നമ്മൾ എന്നതിൽ മാത്രമേ മത്സരത്തിന്റെ ആവശ്യമുള്ളൂ. ഒരിക്കലും മത്സരിക്കാൻ പോകരുത്. ഞാൻ മത്സരങ്ങൾ പഠിക്കുന്നുമില്ല, കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ഒരു മത്സരത്തിന്റെ ഇരയാണ് ഞാൻ. ഇനിയൊരു കുട്ടിയും അതിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് നവ്യ പറഞ്ഞത്. അഭിനേത്രി, നർത്തകി എന്നതിലുപരി ജീവിതത്തിലൂടെ താൻ മനസ്സിലാക്കിയെടുത്ത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും പൊതുവേദികളിലടക്കം നവ്യ തുറന്നു പറയാറുണ്ട്. നവ്യയുടെ ഇത്തരം തുറന്നു പറച്ചിലുകൾക്ക് വലിയ കയ്യടികളും അഭിനന്ദനങ്ങളും ഒക്കെ ലഭിക്കാറുണ്ട്. ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ തന്നെക്കുറിച്ച് സ്വയം മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യത്തെക്കുറിച്ച് നവ്യ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആരുടെയും അനുവാദം തേടേണ്ടതില്ല എന്നാണ് നവ്യ പറഞ്ഞത്. വർഷങ്ങൾക്ക് മുൻപ് നവ്യ ഒരു അഭിമുഖത്തിൽ
പറഞ്ഞ കാര്യവും ഇപ്പോൾ നവ്യ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങളും കൂട്ടിക്കലർത്തിയുള്ള നടിയുടെ വീഡിയോയാണിപ്പോൾ ശ്രദ്ധേയമാകുന്നത്. വിവാഹശേഷം അഭിനയിക്കണമോ എന്ന കാര്യത്തിൽ പ്രധാന തീരുമാനമെടുക്കേണ്ടത് തന്റെ ഭർത്താവാണെന്നായിരുന്നു വർഷങ്ങൾക്ക് മുൻപുള്ള അഭിമുഖത്തിൽ നവ്യ പറയുന്നത്. താൻ അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് വ്യക്തത വരുത്തിയിരിക്കുകയാണ് നവ്യ ഇപ്പോൾ. കല്യാണം കഴിഞ്ഞുള്ള തീരുമാനം തീർച്ചയായിട്ടും എന്റെയും എന്റെ ഭർത്താവ് സന്തോഷ് ഏട്ടന്റെയും കൂടി തീരുമാനമാണ്. പ്രധാന തീരുമാനം എടുക്കേണ്ടത് എന്റെ ഭർത്താവാണ്. കല്യാണത്തിന് മുൻപ് എനിക്ക് വല്ലപ്പോഴും ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അതിനാണെങ്കിൽ പോലും എനിക്കൊരു അനുവാദം തന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ചിലപ്പോൾ എനിക്ക് അതിശയം തോന്നും എന്നെ ഇങ്ങനെ വിട്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. വർഷങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ നവ്യ പറഞ്ഞിരുന്നു, കല്യാണം കഴിക്കുന്ന സമയത്തുള്ള ഒരു അഭിമുഖങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു, അഡ്ജസ്റ്റ്മെന്റ് അല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഉണ്ടാകേണ്ടതെന്ന്. ആ പോയിന്റ് ഇപ്പോഴും കറക്റ്റാണ്. അത് രണ്ടുപേരും വിചാരിക്കണം. ഒരാൾ മാത്രം അണ്ടർസ്റ്റാൻഡിംഗ് ആയാൽ ആ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അടിസ്ഥാനപരമായ ഒരു മനുഷ്യന്റെ വളരെ ബേസിക് ആയിട്ടുള്ള അവകാശങ്ങൾ, ആ അവകാശങ്ങളൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു നടിയായിരുന്നു, പണമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ എനിക്കറിയില്ല അതെന്താണ് അറിയാതിരുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ശരിയെന്ന് വിശ്വസിക്കുന്ന ചില തെറ്റുകൾ ഉണ്ട് ജീവിതത്തിൽ. അപ്പോൾ ആ തെറ്റുകൾ എല്ലാവരെയും പോലെ ഞാനും ആ തെറ്റുകൾ ശരിയാണെന്ന് വിശ്വസിച്ചിരുന്നു. ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എവിടെയാണ് തെറ്റിപ്പോകുന്നത്, എവിടെയായിരുന്നു പ്രശ്നം എന്ന് നമ്മൾ ഇരുന്ന് ആലോചിക്കും. ചിലപ്പോൾ ആ ആലോചന വർഷങ്ങളെടുക്കും. ഞാൻ വർഷങ്ങളെടുത്ത് ആലോചിക്കാൻ ഒരുപാട് വർഷങ്ങളെടുത്തു. അങ്ങനെ ചില ആലോചനകളിലാണ് ജീവിതത്തിൽ ചില കണ്ടെത്തലുകളിൽ നമ്മൾ എത്തുന്നത് എന്നാണ് അഭിമുഖത്തിൽ നവ്യ പറഞ്ഞിരുന്നത്. You're watching me on metromatney.com. on metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.